ആൻഡ് വെൽക്കം ബാക്ക് ടു സൈലം ബാങ്കിങ്. RRB ക്ലർക്കിന്റെ എക്സാം ഡേറ്റ് ആയിരുന്നു ഇന്ന് അല്ലെ. നമ്മുടെ ഫസ്റ്റ് ഷിഫ്റ്റിന്റെ എക്സാം കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഷിഫ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു നോക്കിയാലോ. റീസണിംഗ് ആണെങ്കിലും ക്വാണ്ട് ആണെങ്കിലും ഏതൊക്കെ ടോപ്പിക്സിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്, അതേപോലെ എങ്ങനെ ആസ്പിറൻസിനൊക്കെ എഴുതാൻ പറ്റി, ഈസി ആയിരുന്നോ അല്ലെങ്കിൽ മോഡറേറ്റ് ആയിരുന്നോ, നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഫസ്റ്റ് ഷിഫ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാം. ഓക്കെ, ആദ്യം എന്റെ സബ്ജക്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് റീസണിങ്ങിന് ടോട്ടൽ 40 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കാം. അത് ചെയ്യാൻ ആകെ നമുക്ക് കിട്ടുക 25 മിനിറ്റ് സമയമാണ് നമുക്ക് 40 ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് കിട്ടുന്നത്. നമുക്ക് മിസ്ലേനിയസ് സെഷനിൽ നിന്നും അതേപോലെ തന്നെ പസിൽസ് ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റ് സെഷൻസിൽ നിന്നും ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ടോപ്പിക്സിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. നമുക്ക് മിസ്ലേനിയസ് എന്തൊക്കെയാണ് ചോദിച്ചതെന്ന് നോക്കാം. ഇൻഇക്വാളിറ്റിയിൽ നിന്ന് 3 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. വളരെ ഈസി ആയിട്ടുള്ള ഇൻഇക്വാളിറ്റി ക്വസ്റ്റ്യൻ ആയിരുന്നു എന്നാണ് ആസ്പിറൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ദെൻ സിലോജിസത്തിൽ നിന്ന് 3 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ദെൻ ബ്ലഡ് റിലേഷനിൽ നിന്ന് 3 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പക്ഷെ ബ്ലഡ് റിലേഷൻ ട്രിക്കി ക്വസ്റ്റ്യൻ ആയിരുന്നു. കുറച്ച് സമയം അതിൽ പോയി. അതായത് നമുക്ക് കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള കണ്ടീഷൻസ് ഒക്കെ അതിലുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എപ്പോഴും ക്ലാസ്സുകളിലാണെങ്കിലും മാരത്തോൺ സെഷനിലും ഒക്കെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മളെ പരിധിയിൽ കൂടുതൽ ഒരു ക്വസ്റ്റ്യനും എന്ത് ചെയ്യാൻ പാടില്ല, സമയം കളയാനായിട്ട് പാടില്ല. ഇനി മുന്നോട്ടുള്ള ഷിഫ്റ്റിലുള്ളതാണെങ്കിലും അല്ലെങ്കിൽ നാളെ എക്സാം എഴുതാനുള്ളവരാണെങ്കിലും നെക്സ്റ്റ് വീക്ക് എക്സാം എഴുതാനുള്ളവരാണെങ്കിലും ശ്രദ്ധിച്ചോളാം. ഓക്കെ, അപ്പൊ ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ ആയിരുന്നു. മേ ബി ഇപ്പൊ ഈ വീഡിയോ കാണുന്നവരിൽ ഫസ്റ്റ് ഷിഫ്റ്റ് കഴിഞ്ഞിട്ടുള്ള ആസ്പിറൻസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും താഴെ കമന്റ് ചെയ്യാം നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ബ്ലഡ് റിലേഷൻ ക്വസ്റ്റ്യൻ എന്നുള്ളത്. ഓക്കെ, ദെൻ ആൽഫാന്യൂമറിക് സീരീസിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അത് ആൽഫാന്യൂമറിക് സീരീസിൽ നിന്ന് ആൽഫബറ്റ് ടെസ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈസി ആയിരുന്നു. ഒരു 3 ലെറ്റർ വേർഡ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഓൾറെഡി ഈ പറഞ്ഞതെല്ലാം കഴിഞ്ഞ ദിവസം നടന്ന മാരത്തോണിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ദെൻ ചൈനീസ് കോഡിങ് 5 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ പെയർ ഫോർമേഷൻ. ഇത്രയുമായിരുന്നു നമ്മളുടെ മിസ്ലേനിയസിൽ നിന്ന് നമ്മളോട് ചോദിച്ചിട്ടുള്ള ടൈപ്പ്. അപ്പൊ പസിൽസ് ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഉറപ്പായിട്ടും ചോദിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലെ. ഓർഡർ ആൻഡ് റാങ്കിങ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. വളരെ ഈസി ആയിട്ട് നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻസ് ഒന്ന് അറേഞ്ച് ചെയ്യുമ്പോഴത്തേക്കിനും നമുക്ക് കിട്ടുന്ന വളരെ എളുപ്പമുള്ള ഓർഡർ ആൻഡ് റാങ്കിങ് പസിൽ ആയിരുന്നു. ദെൻ സ്ക്വയർ സീറ്റിംഗ് അറേഞ്ച്മെന്റ് നമ്മൾ സാധാരണ ചെയ്യുന്ന ടൈപ്പ്, കോർണറിലും മിഡിലും പേഴ്സൺസ് ഉള്ള ഓൾട്ടർനേറ്റ് ഡയറക്ഷൻ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ആൻഡ് ദെൻ പ്രൊഫഷൻ ആൻഡ് ഡെസിഗ്നേഷൻ പസിലും അതേപോലെ തന്നെ മന്ത് ആൻഡ് ഡേറ്റ് ബേസ്ഡ് പസിലും ആയിരുന്നു. ഇതൊക്കെ നമ്പർ ഓഫ് പേഴ്സൺസ് 6 പേഴ്സൺസ് ആയിരുന്നു. ഈ ഓർഡർ ആൻഡ് റാങ്കിങ് പസിൽ ആണെങ്കിലും 6 പേഴ്സൺ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനാ. നമ്മൾ മാരത്തോൺ സെഷനിൽ ചെയ്തപ്പോൾ തന്നെ എല്ലാം മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, RRB ക്ലർക്ക് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ലെവല് ഉള്ള ക്വസ്റ്റ്യൻ ആയിരിക്കില്ല, വളരെ ഈസി ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങളോട് ചോദിക്കാം എന്ന് എപ്പോഴും ഞാൻ റിപ്പീറ്റ് ചെയ്ത് മാരത്തോൺ സെഷനിലൊക്കെ പറഞ്ഞൊരു കാര്യമാണ്. അതേപോലെ തന്നെയായിരുന്നു റീസണിങ്. ഓൾമോസ്റ്റ് എല്ലാവർക്കും ഒരു 35+, 36, 37, 38, 39 വരെ 40 അറ്റംപ്റ്റ് ചെയ്ത ആസ്പിറൻസും നമുക്കുണ്ട്. അപ്പോ പിന്നെ ബ്ലഡ് റിലേഷനിലാണ് ആകെ അവരൊരു ഡൗട്ട് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ എന്നിരുന്നാലും നല്ല അറ്റംപ്റ്റ് അവർക്ക് ചെയ്യാൻ പറ്റി. സോ റീസണിങ് ഈസി ആണ് എന്നറിഞ്ഞതിൽ ഒത്തിരി സന്തോഷം. അപ്പം നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളുടെ അറ്റംപ്റ്റ് താഴെ കമന്റ് ചെയ്യുക. റീസണിങ് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റി. ഇനി വരുന്ന ഷിഫ്റ്റിലുള്ളവർക്കാണെങ്കിലും ഇതേപോലെ തന്നെ ആയിരിക്കാം മേ ബി. പിന്നെ നമുക്ക് പറയാൻ പറ്റില്ല, ഓരോ ഷിഫ്റ്റിലും ചിലപ്പോൾ മേ ബി കുറച്ച് ഡിഫിക്കൽട്ട് ആകാം. പക്ഷെ അതിന് നിങ്ങൾ ടെൻസ്ഡ് ആകേണ്ട കാര്യമൊന്നും ഇല്ല. നമുക്ക് എന്തായാലും നോർമലൈസേഷൻ ഉണ്ടാകും. സോ ഇതാണ് റീസണിങ്ങിന്റെ കാര്യം. ഇനി നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിലേക്ക് കടക്കാം. QA ആണെങ്കിൽ നമുക്ക് സിംപ്ലിഫിക്കേഷനിൽ നിന്ന് മാത്രം 15 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. നമുക്കറിയാം ക്ലർക്ക് എക്സാം ആയതുകൊണ്ട് തന്നെ സിംപ്ലിഫിക്കേഷനിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളുടെ എണ്ണം കൂടുതലായിരിക്കും എന്ന് ഓൾറെഡി നമുക്കറിയാം. മാരത്തോൺ സെഷനിലാണെങ്കിലും സാർ ഡീറ്റെയിൽഡ് ആയിട്ട് അതിന്റെ ക്ലാസ്സസ് എടുത്തിട്ടുണ്ടായിരുന്നു. ദെൻ റോങ് നമ്പർ സീരീസ് ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അത് 5 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ദെൻ DI 2 ക്വസ്റ്റ്യൻ, മീൻസ് 2 എണ്ണം. അതിൽ ടോട്ടൽ 10 ക്വസ്റ്റ്യൻ ആയിരുന്നു. ടേബിൾ ആൻഡ് ബാർ ഗ്രാഫ് ബേസ്ഡ് DI ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് 2 DI ആയിരുന്നു. ദെൻ വേർഡ് പ്രോബ്ലംസ് 9 or 10 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. വേർഡ് പ്രോബ്ലംസ് ചോദിച്ചിട്ടുണ്ടായിരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നിന്നുണ്ടായിരുന്നു, ഏജസിൽ നിന്നുണ്ടായിരുന്നു, മിക്സ്ചർ ആൻഡ് അലിഗേഷൻ, അതേപോലെ ടൈം ആൻഡ് ഡിസ്റ്റൻസ്, പാർട്ട്ണർഷിപ്പ്, മെൻസുറേഷൻ. ഇതെല്ലാം പക്ഷേ ഈ 1 വേരിയബിൾ, അതായത് നമ്മളോട് ചോദിച്ചിട്ടുള്ള വേർഡ് പ്രോബ്ലംസ്, അരിത്തമെറ്റിക് ക്വസ്റ്റ്യൻസ് എല്ലാം വളരെ പെട്ടെന്ന് ആൻസർ കിട്ടുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നില്ല. ഇതേപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആണെങ്കിലും 35+ ചെയ്ത ഒരുപാട് ആസ്പിറൻസ് ഉണ്ട്. സോ ക്വാണ്ട് ആണെങ്കിലും റീസണിങ് ആണെങ്കിലും ഫസ്റ്റ് ഷിഫ്റ്റ് ഈസി ആയിരുന്നു എന്നുള്ളതാണ് ആസ്പിറൻസിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതേപോലെ തന്നെ നമ്മൾ ആ ഒരു ഇട്ട എഫേർട്ട് നല്ല രീതിയിൽ തന്നെ വരുന്ന ഷിഫ്റ്റുകളിലും എല്ലാവർക്കും നന്നായിട്ട് എഴുതാൻ പറ്റട്ടെ. അപ്പോൾ ഫസ്റ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ ആസ്പിറൻസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും താഴെ നിങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങളുടെ അറ്റംപ്റ്റ് എത്രയുണ്ടെന്ന് ഉറപ്പായിട്ടും നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. സോ നമുക്ക് വീണ്ടും കാണാം.